ഇനി നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹ് എന്ന പേര്, ആ പേരല്ലേ ഏത് മനുഷ്യരും വിളിക്കുന്നതോ? രോഗമായവ രോഗി വിളിക്കുന്നത് അല്ലാഹ്, ഒരു കാര്യം നിറവേറിക്കിട്ടവനുണ്ടവൻ വിളിക്കുന്നത് യാ അല്ലാഹ്, ഒരു വ്യക്തി ഒരു മുറാദ് ഹാസിലാകുന്ന സമയത്ത് വിളിക്കുന്നത് യാ അല്ലാഹ്, അങ്ങനെ ഒരു പാവപ്പെട്ട ദരിദ്രന് വിളിക്കുന്നത് യാ അല്ലാഹ്, തീരെ കഴിവില്ലാത്ത ദഈഫായ ദുർബലനായ മനുഷ്യൻ വിളിക്കുന്നത് യാ അല്ലാഹ്, വൈദജീവൻ വിളിക്കുന്നതും യാ അല്ലാഹ്, ആക്രമിക്കപ്പെടുന്നവനും വിളിക്കുന്നത് അല്ലാഹ്. ആ പേര് ഓരോ സ്ഥലത്തും വിളിക്കുമ്പോൾ മറ്റോരോരോ പേരുകളിലേക്ക് സൂചന വരുന്നു. ഉദാഹരണത്തിനൊരു രോഗി അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ ആ സമയത്ത് അർത്ഥം വരുന്നു രോഗം സുഖപ്പെടുത്തുന്നവനെ, യാ ഷാഫി. അല്ലാഹുവിന് രോഗം സുഖപ്പെടുത്തുന്നവൻ എന്നൊരു പേരുണ്ടല്ലോ, യാ ഷാഫി എന്ന പേര് അല്ലാഹ് എന്ന് വിളിക്കുന്ന രോഗിയുടെ മനസ്സിൽ രോഗം സുഖപ്പെടുത്തുന്നവനായ അല്ലാഹ് എന്ന അർത്ഥം മനസ്സിൽ വരുന്നുണ്ടല്ലോ. അതുപോലെ ആവശ്യമുള്ള ഒരു മനുഷ്യൻ അല്ലാഹ് എന്ന് വിളിക്കുമ്പോൾ മതിയാക്കുന്നവൻ എന്ന പേരിൽ യാ കാഫി എന്ന പേരിലേക്ക് അത് സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കഴിവില്ലാത്തവൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ യാ ഖവിയ്യു, കഴിവുള്ളവനെ എന്ന് അല്ലാഹുവിന്റെ മറ്റൊരു പേരിലേക്ക് സൂചനയുണ്ടല്ലോ. അതേ ആക്രമിക്കപ്പെടുന്നവൻ, മർദ്ദിതനായ മനുഷ്യൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ നാസിർ, സഹായിക്കുന്നവൻ, അല്ലാഹുവിനൊരു പേരുണ്ടല്ലോ, ഓ സഹായിക്കുന്നവനെ എന്നതിലേക്ക് ആ വിളിക്കുന്ന സമയത്ത് സൂചനയുണ്ടല്ലോ. ഇനി അതാ സഹോദരന്മാരെ, ആക്രമിക്കപ്പെടുന്നവൻ യാ അല്ലാഹ് എന്ന് വിളിക്കുമ്പോ ആക്രമിക്കുന്ന മനുഷ്യനെതിരെ നടപടി സ്വീകരിക്കുന്നവനല്ലേ അല്ലാഹു. അല്ലാഹുവിന് മുന്തഖിമ്, നടപടി സ്വീകരിക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന ഒരു പേരുണ്ടല്ലോ. അങ്ങനെ ഏത് പേര് വിളിച്ചാലും ശരി, അല്ലാഹ് എന്ന പേര് വിളിക്കുമ്പോ വിളിക്കുന്ന കക്ഷിയുടെ ആവശ്യമനുസരിച്ച് അവന്റെ മറ്റ് പേരുകളിലേക്ക് ആ പേരതാ പോകുന്നു. അല്ലാഹുവിങ്കൽ നിന്ന് സഹായം ലഭിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹ് എന്ന പേരിനെ കുറിച്ച് അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും ദുർബലനായ ഈ പാവപ്പെട്ട എനിക്കുണ്ടോ ആ പേരിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അല്ലാഹുവേ, നിന്റെ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങൾക്ക്, അതുപോലെ ഞങ്ങൾ പ്രിയം വെക്കുന്ന ആരെല്ലാം ലോകത്തുണ്ടോ നിന്റെ അടിമകൾ, അവർക്കെല്ലാവർക്കും അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നിന്റെ അല്ലാഹ് എന്ന പേര് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം തരണം അല്ലാഹ് എന്ന പേര് ഏത് ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയത്തിലും വല്ലാതൊരു ഗുണമൂലമായി ഇറങ്ങുന്ന വല്ലാത്തൊരു പേര് തന്നെ. അല്ലാഹുവിന്റെ മറ്റുള്ള പേരുകൾ പോലെയല്ല. അല്ലാഹുവിന്റെ മറ്റുള്ള പേരുകൾ യാ കൂട്ടി പറയുന്ന സമയത്ത് അലിഫ്ലാമില്ലാതെ യാ കരീം, യാ റഹീം, യാ റഹ്മാൻ ഇങ്ങനെയല്ലേ പറയാറുള്ളത്. പക്ഷേ അല്ലാഹ് എന്ന പേര്, അതേ സഹോദരന്മാരെ, യാ കൂട്ടി പറയുന്ന സമയത്തും ഒരിക്കലും അലിഫ്ലാം ഒഴിഞ്ഞു പോകാതെ യാ അല്ലാഹ് എന്നല്ലേ പറയുന്നത്. ഇനി യാ ഇല്ലാതെ പറയുന്ന സന്ദർഭമാണെങ്കിൽ അതേ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചിട്ടില്ലേ, വല്ലക്സറുല്ലാഹുമ്മ ബിത്തഅ്വീലി വസല്ലല്ലാഹുമ്മ ഫിൽ ഖരീ. അൽഫിയിൽ മുതഅല്ലിമീങ്ങൾ ഓതി പഠിച്ചിട്ടില്ലേ, അല്ലാഹുമ്മ എന്നാണ് പറയുന്നത്, യാ ഇല്ലാതെ വിളിക്കുമ്പോൾ അല്ലാഹുമ്മ എന്നാണ് പറയുന്നത്. അല്ലാഹുമ്മ എന്ന് അതേ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് വളരെ ചുരുക്കമായി വന്നിട്ടുണ്ടെങ്കിലും സാധാരണ നിലക്ക് യാ അല്ലാഹ് എന്ന് വിളിക്കുന്നില്ലെങ്കിൽ അല്ലാഹുമ്മ എന്നാണ് വിളിക്കാറുള്ളത്. അത് അല്ലാഹുവിന്റെ ആ പേരിന്റെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, ആ പേരിന് വേറെയും ധാരാളം പ്രത്യേകതകളുണ്ട്. അതിലൊന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്ന ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ വിവരിച്ചൊരു മഹത്വം അല്ലാഹ് എന്ന പേര്, അതിന്റെ ആ എന്ന അക്ഷരം നിങ്ങളൊന്ന് ഒഴിവാക്കി നോക്കൂ. എന്നാലും അത് അല്ലാഹുവിലേക്ക് ചൂടുന്നത് തന്നെ ലില്ലാഹി എന്നല്ലേ പിന്നെ വായിക്കുക, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ലില്ലാഹി അല്ലാഹുവിലേക്ക് അറിയിക്കുന്നത് തന്നെ. ഇനി നിങ്ങൾ ആ ലാമം കൂടി ഒന്ന് ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കൂ, ലഹു മാ ഫിസ് സമാവാത്, അല്ലാഹുവിലേക്ക് തന്നെ ചൂണ്ടുന്നു. ഇനി നിങ്ങൾ ലാമം കൂടി ഒന്ന് ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കൂ, ഹു, അല്ലാഹുവിന്റെ പേരുകളിൽ വളരെ മഹത്വമുള്ള പേരാണ് ഹു എന്ന ദിക്ർ.
അതുകൊണ്ടല്ലേ ഔലിയാക്കളും ആരിഫീങ്ങളും ഹൂ എന്ന ദിക്ർ ചൊല്ലിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹൂ അല്ലേ? അപ്പൊ ഹൂ എന്ന് പറയുന്ന ദിക്റിലേക്കല്ലേ പിന്നെ അത് ചൂണ്ടുന്നത്? ഇനി ഞാൻ നിങ്ങളോടൊരു സൂചനയ്ക്ക് വേണ്ടി പറയട്ടെ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരന്മാരെ. ചില ആളുകളില്ലേ ആഹ് 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 എന്ന് ദിക്ർ ചൊല്ലുന്നവരില്ലേ? അങ്ങനെ ദിക്ർ ചൊല്ലുന്നവരില്ലേ? എന്നാൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദിക്റാണ് ആഹ് ആഹ് എന്ന ദിക്ർ. ചില ആളുകൾ അത് കേൾക്കുമ്പോൾ പരിഹസിക്കുന്നവരുണ്ട്. അറിവില്ലാത്തതിന്റെ പേരിലാണ്. അറിവില്ലാത്തതിന്റെ പേരിൽ അറിവുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ ആരും പരിഹസിച്ചു പോകരുത് കേട്ടോ. കുറെ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ആഹ് 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 എന്ന് ദിക്ർ ചൊല്ലുമ്പോൾ പരിഹസിക്കുന്നവരില്ലേ? അറിവില്ലാത്തതിന്റെ പേരിലല്ലേ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഇബ്രാഹീമ ലഅവ്വാഹുൻ ഹലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹ് ആഹ് ആഹ് എന്ന ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. വേദനിച്ച് വിളിക്കുന്ന ആളായിരുന്നു. അതല്ലേ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ, അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് രേഖപ്പെടുത്തിയത് കാണാം. അതേ വകാന ഇബ്രാഹിം അലൈഹിസ്സലാം യഖൂലു ആഹ് മിനൻ നാരി ഖബ്ല അല്ലാ തൻഫഅ. നരകത്തിൽ നിന്നുള്ള വിഷമങ്ങളിൽ നിന്ന് ഞാൻ വേദന പ്രകടിപ്പിക്കുന്നു. ആഹ് എന്ന വാചകം ഉപകരിക്കാത്ത ഇന്ന് തന്നെ ആ നരകത്തിനെ കുറിച്ച് വേദനിച്ച് ഞാൻ കരഞ്ഞു പറയുന്നു. ആഹ് ആഹ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം പറഞ്ഞിരുന്നു. അത് സാബീറും തഫ്സീറു സാബീറും നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുതഅല്ലിമീങ്ങളെ. അവിടെയും നിങ്ങൾ നോക്കൂ, അല്ലാഹ് അല്ലാഹ് എന്നതിന്റെ ആദ്യത്തെ ആ അവിടെ വെച്ചു, ഇടക്കുള്ളതൊക്കെ ഒഴിവാക്കി അവസാനത്തെ ഹായും വെച്ചാൽ ആഹ് എന്നതിലേക്ക് അവിടെയും സൂചനയില്ലേ? വല്ലാത്ത ഒരു പേര് തന്നെയാണ് അല്ലാഹ് എന്ന പേര് കേട്ടോ. അതല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആദ്യമായി പറയുന്നത് അല്ലാഹ് എന്ന പേരാണ്. ഇനി രണ്ടാമത്തെ പേര് അതുണ്ടോ? ഇപ്പൊ പറഞ്ഞു തീരുന്നു. ഓരോന്നും പറഞ്ഞാലുണ്ടോ? തീരുന്നു. ഞാൻ രണ്ടാമത്തതിലേക്ക് കിടക്കട്ടെ. രണ്ടാമത്തെ പേരാണല്ലോ സഹോദരന്മാരെ അർ-റഹ്മാൻ. മൂന്നാമതായി പറഞ്ഞ പേരാണല്ലോ അർ-റഹീം. അതും വല്ലാത്ത മഹത്വമുള്ള പേര് തന്നെ. അർ-റഹ്മാൻ എന്ന പേരും മറ്റാർക്കും തന്നെ പറയപ്പെടാത്തൊരു പേരാണല്ലോ. അള്ളാഹുവിന് മാത്രമാണല്ലോ ആ പേര് പറയപ്പെടുന്നത്. അതും വല്ലാത്ത മഹത്വമുള്ളൊരു പേര് തന്നെ. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ വിശാലമായ കാരുണ്യം ചെയ്യുന്നവനാണെന്നറിയിക്കുന്ന പേരാണത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുമ്പേ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ദുനിയാവിൽ വഴിപ്പെട്ടവരും വഴിപ്പെടാത്തവരും ഗുണം ചെയ്യുന്നവൻ എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ എല്ലാ ഗുണങ്ങളും ചെയ്യുന്നവൻ എന്നർത്ഥം അർ-റഹ്മാൻ എന്ന വാചകം നമ്മെ അറിയിക്കുന്നു. എന്നാൽ അർ-റഹീം എന്ന വാചകമോ? അർ-റഹീം എന്ന വാചകം കാരുണ്യത്തിൽ ചിലതിലേക്ക് സൂചിപ്പിക്കുകയും ചിലരിലേക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒരാശയം അർ-റഹീം എന്നതിലുണ്ട്. അർ-റഹ്മാൻ എന്നത് വളരെ വിശാലമായി അറിയിക്കുന്നതാണ്. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ കാരുണ്യം എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വസ്തുക്കളിലും വിശാലമാണ്. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാത്ത ഒരു മുസ്ലിമില്ല, ഒരു ഹിന്ദുവില്ല, ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു മനുഷ്യനില്ല, ഒരു മലക്കില്ല, ഒരു ജിന്നില്ല, ഒരു ധിക്കാരിയില്ല, ഒരു തെമ്മാടിയില്ല, ഒരു നല്ലവനില്ല, ഒരു സൃഷ്ടിയുമില്ല. പടച്ചവന്റെ കാരുണ്യം കിട്ടാത്ത ശൈഇ എന്ന് പറയപ്പെടാൻ പറ്റുന്ന എല്ലാ സൃഷ്ടികൾക്കും അല്ലാഹുവിന്റെ റഹ്മത്ത്, അവന്റെ കാരുണ്യം ലഭിക്കുന്നു. വറഹ്മതി വസിഅത് കുല്ല ശൈഇ, എല്ലാ വസ്തുക്കൾക്കും എന്റെ റഹ്മത്ത് വിശാലമാണെന്ന് അല്ലാഹു പറയുന്നു. ആ റഹ്മത്ത്